ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലൂണ കരൂസിങ്ങും അതേപോലെ തന്നെ ജീസസും നോവയുടെയും പൊസിഷനിങ് കുറെ കൂടെ സിങ്ക് ആയിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ ഇന്ന് കണ്ടത്. അതിന് മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ മുൻ കളികളിലല്ല ഇപ്പോൾ ഹൈദരാബാദിൻ്റെ കളിയിൽ നമുക്ക് ഏറ്റവും വലിയ ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ അറ്റാക്കിംഗ് താരങ്ങളുടെ പൊസിഷനിങ് ആയിരുന്നു, ആരെവിടെയൊക്കെ നിൽക്കണം എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലൂണയൊക്കെ ഞാൻ പറയാം, ലൂണയ്ക്കൊക്കെ കഴിഞ്ഞ കളിയിലൊക്കെ ഫസ്റ്റ് ഹാഫിലൊക്കെ ആ ഒരു ലെഫ്റ്റിലോട്ട് മാറി നിൽക്കാനുള്ള ഒരു ഇതുണ്ടായിട്ടും അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഗെയിമിൽ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതിന് വലിയൊരു സപ്പോർട്ട് കൊടുത്ത കരൂസിങ്ങാണ്. കാരണം ഈ കരൂസിങ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ വൈഡായിട്ട് നിൽക്കുകയും അതേസമയം 1-2 വട്ടം ആദ്യം ആദ്യത്തെ ഒരു 15 മിനിറ്റിലൊക്കെ അദ്ദേഹം കയറി വന്നു. പക്ഷെ അതൊന്നും ക്രോസിൽ കൊടുക്കാൻ പറ്റിയില്ല, നല്ല ക്രോസിൽ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ആ കയറി വരുന്ന മൊമെൻ്റ് അവർക്ക് ത്രെട്ടനിങ് ആയിരുന്നു CFCക്ക്. അപ്പം അവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് നോവയും റൈറ്റിൽ നിന്ന് കരൂസിങ്ങും ത്രെട്ടനിങ് ആകുമ്പോൾ നടുക്കിയിരിക്കുന്ന ലൂണയ്ക്കും ജീസസിനും കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കളിക്കാനുള്ള അനുവാദം കിട്ടി. അപ്പം ഇത്